നമുക്ക് അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യും സീരിയലൈസബിലിറ്റി. സീരിയലൈസബിലിറ്റി ഇപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് ഷെഡ്യൂൾസും സീരിയൽ ഷെഡ്യൂൾസ് എന്താണെന്നൊക്കെ ഓൾറെഡി നമ്മൾ നേരത്തെ നോട്ട്സിലും നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അടുത്ത നമ്മൾ സീരിയലൈസബിലിറ്റി, ദാറ്റ് ഈസ് മെയിൻലി നമുക്ക് രണ്ട് തരം സീരിയലൈസബിലിറ്റി, ദാറ്റ് ഈസ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി ആൻഡ് വ്യൂ സീരിയലൈസബിലിറ്റി. അപ്പോൾ നമുക്ക് സിലബസിൽ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി ഉള്ളൂ, പക്ഷേ വ്യൂ സീരിയലൈസബിലിറ്റി നമ്മൾ ഡിഫറൻസ് ഒന്ന് അറിയണം. അത് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രം രണ്ടും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഈ സീരിയലൈസബിലിറ്റി എന്നൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ അതേ ഷെഡ്യൂൾസ് തന്നെ എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ ഒരു ഷെഡ്യൂളാണ്. നമ്മൾ തേർഡ് ഷെഡ്യൂൾ ഓൾറെഡി നമ്മളൊരു ഷെഡ്യൂൾ 3 എന്ന് പറഞ്ഞിട്ട് കണ്ടോ. ഇതിനകത്ത് റീഡ് ആണെങ്കിലും ഓരോത്തിനകത്ത് വരുന്ന ചേഞ്ചസും എല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇനി കൺസിഡർ, കാരണം വെറും റീഡ് ആൻഡ് റൈറ്റ് ഓപ്ഷൻസിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ സീരിയലൈസബിൾ ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് പറയാൻ പറ്റും. സോ നമ്മൾ ജസ്റ്റ് ഷെഡ്യൂൾസിൽ റീഡും റൈറ്റും മാത്രം കൺസിഡർ ചെയ്യുക. ഓക്കെ, ദിസ് ഇസ് ദ സെയിം ഷെഡ്യൂൾ 3. സോ അപ്പം ആദ്യമേ നമുക്ക് എന്താണ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി എന്ന് നോക്കാം. സോ അപ്പം നമുക്ക് ഒരു ഷെഡ്യൂളുണ്ട്, എസ് എന്ന് പറയുന്ന ഷെഡ്യൂൾ. അതിനെ നമുക്ക് S' ആക്കി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റണം. എങ്ങനെയാണ്? ബൈ എ സീരീസ് ഓഫ് സ്വാപ്സ്. അതായത് കോൺഫ്ലിക്റ്റ് ചെയ്യാത്ത ഇൻസ്ട്രക്ഷൻസിനെ സ്വാപ്പ് ചെയ്ത് തന്ന ഷെഡ്യൂളിനെ ഏതെങ്കിലും ഒരു സീരിയൽ ഷെഡ്യൂളാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ അതിനെ നമുക്ക് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്ന് പറയാം. കിട്ടിയ പോയിൻറ്റ്? തരുന്ന ഷെഡ്യൂൾ, ദാറ്റ് ഈസ് ഇതൊരു എന്താ പറയുക, സീരിയൽ ഷെഡ്യൂളിംഗ് അല്ല. സീരിയൽ ഷെഡ്യൂൾ എന്ന് വെച്ചാൽ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ എഴുതുന്നതിനാണ് സീരിയൽ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. സോ ദിസ് ഇതൊരു സീരിയൽ ഷെഡ്യൂളിംഗ് അല്ല. സോ അപ്പം നോൺ സീരിയൽ ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിനെ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്ന് പറയണമെങ്കിൽ ഇതിനെ നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻസ് വെച്ചാൽ ഇതൊക്കെ ഇപ്പോൾ റൈറ്റ് എ റീഡ് ബി എന്ന് പറയുന്നതാണ് ഒരു ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസിനെ കോൺഫ്ലിക്റ്റ് വരാത്ത രീതിയിൽ നമുക്ക് സ്വാപ്പ് ചെയ്ത് തന്ന ഷെഡ്യൂളിനെ ഏതെങ്കിലും ഒരു സീരിയൽ ഷെഡ്യൂൾ ആക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇതിനെ തന്ന ഷെഡ്യൂളിനെ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്ന് പറയാൻ പറ്റും. അപ്പം ആദ്യമായി നമ്മൾ പറയുന്ന ടേം, അതിനു മുമ്പ് നമ്മൾ എന്താണ് കോൺഫ്ലിക്റ്റ് ഇക്വലൻറ്റ് എന്നൊരു ടേം പറയണം. അതിനുശേഷം കോൺഫ്ലിക്റ്റ് ഇക്വലൻ്റ് ആയാൽ അത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ നോക്കാം. നമുക്ക് ആദ്യമേ എന്തൊക്കെയാണ് സ്വാപ്പിംഗ് നടത്താൻ പറ്റുന്നത് എന്ന് നോക്കാം. എന്തൊക്കെയാണ് സ്വാപ്സ് എന്ന് നോക്കാം. സോ നമുക്ക് ആദ്യമേ സ്വാപ്പിംഗ് നടക്കുന്നത്, ഇപ്പം ഇത് ഞാനിവിടെ TITG എന്ന് പറഞ്ഞ രണ്ട് ട്രാൻസാക്ഷനാണ്. Q എന്ന് പറഞ്ഞാൽ ഡേറ്റ ഐറ്റം, S എന്ന് പറഞ്ഞ ഷെഡ്യൂളിംഗ്, ആൻഡ് IG എന്നുള്ളത് ഈ ഓരോ ട്രാൻസാക്ഷനിലെയും ഓരോ ഇൻസ്ട്രക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോൾ ക്യാപിറ്റൽ I എന്നുള്ളത് യൂസ് ചെയ്യാം. സോ അപ്പം ആദ്യമേ രണ്ട് ട്രാൻസാക്ഷൻ തന്നു എന്ന് വിചാരിക്കാം. അതിനകത്ത് രണ്ട് ഇൻസ്ട്രക്ഷനാണ്, റീഡ് ഓഫ് ബിയും റീഡ് ഓഫ് എയും. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ, സെക്കൻഡ് വൺ. ഓർഡർ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇതാണ് ബിഫോർ സ്വാപ്പിംഗ്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് സ്വാപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഈ തരുന്ന രണ്ട് ഇൻസ്ട്രക്ഷനും രണ്ട് സെപ്പറേറ്റ് ഡേറ്റ ഐറ്റത്തിനെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇൻസ്ട്രക്ഷനെ നമുക്ക് സ്വാപ്പ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് A and B. രണ്ടും റെഫർ ടു ഡിഫറെൻറ്റ് ഡേറ്റ ഐറ്റംസ് A and B, സോ വി ക്യാൻ സ്വാപ്പ്. അപ്പോൾ കണ്ടോ, റീഡ് B ആണ് ആദ്യം വന്നത്, അതിന് ശേഷമായിരുന്നു റീഡ് A വന്നത്. അതിനെ നമുക്ക് സ്വാപ്പ് ചെയ്യാം. റീഡ് Aക്ക് ശേഷം റീഡ് B എന്ന് വെച്ചാൽ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ എഴുതിയാലും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, ഒരു കോൺഫ്ലിക്റ്റും ഉണ്ടാകത്തില്ല. അതേപോലെ വേറൊരെണ്ണം റൈറ്റ് A ആൻഡ് റൈറ്റ് B. കണ്ടോ, രണ്ടും ഡിഫറെൻറ്റ് ഡേറ്റ ഐറ്റം ആയതുകൊണ്ട് നമുക്ക് വി ക്യാൻ സ്വാപ്പ് ദ ഇൻസ്ട്രക്ഷൻസ് നമ്പർ. സോ ആദ്യം റൈറ്റ് B കഴിഞ്ഞതിന് ശേഷം റൈറ്റ് A. അപ്പോൾ ഇവിടെ റൈറ്റ് B എന്ന് പറഞ്ഞാൽ TJയിൽ വന്ന ഇൻസ്ട്രക്ഷൻ, അതുകൊണ്ട് ഒരിക്കലും എടുത്ത് ഇവിടെ എഴുതാൻ പറ്റില്ല. TJയിൽ തന്നെ അത് ആ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം TIയിൽ റൈറ്റ് A ചെയ്യാം. ദാറ്റ്സ് ഓൾ. ദെൻ അടുത്തൊരെണ്ണം റൈറ്റ് A ആൻഡ് റീഡ് B. ഇവിടെയും റൈറ്റും റീഡും ആണെങ്കിലും കൺസിഡർ ചെയ്യുന്ന ഡേറ്റ ഐറ്റംസ് ആർ ഡിഫറെൻറ്റ്, സോ വി ക്യാൻ സ്വാപ്പ്. സോ റീഡ് B ആൻഡ് ദെൻ റൈറ്റ് A. കണ്ടോ, എഗെയിൻ ഇവിടെ റീഡ് A റൈറ്റ് B ആയാലും ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ഡേറ്റ ഐറ്റംസ് ആണെങ്കിൽ വി ക്യാൻ സ്വാപ്പ്. സോ റൈറ്റ് B ദെൻ റീഡ് A. ഓക്കെ, ഇത് ഡിഫറെൻറ്റ് ഡേറ്റ ഐറ്റംസിൽ വരുന്ന കേസാണെങ്കിൽ നമുക്ക് ഏത് ഓർഡറിൽ വന്നാലും നമുക്കതിനെ സ്വാപ്പ് ചെയ്യാവുന്നൊരു കേസാണ്. സോ അങ്ങനെ തന്ന ഷെഡ്യൂളിനെ നമുക്കിങ്ങനെ പല ഇൻസ്ട്രക്ഷൻസിനെ നമുക്കിങ്ങനെ സ്വാപ്പ് ചെയ്ത് ഫൈനൽ സീരിയൽ ഷെഡ്യൂളിങ് എത്തണം. ഇനി സ്വാപ്പിംഗ് ഒരു എന്താ പറയുക, സ്വാപ്പിംഗ് ഒരു ചെറിയ പ്രോബ്ലമാണ്. ഇപ്പോൾ ഇവിടുത്തെ കേസ് എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഡേറ്റ ഐറ്റത്തിനെ കൺസിഡർ ചെയ്യുന്ന കേസാണ്. പക്ഷേ ഇനി നമുക്ക് നോക്കാം, ഒരേ ഡേറ്റ ഐറ്റത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ ചിലയിടത്ത് നമുക്ക് കോൺഫ്ലിക്റ്റ് കാരണം സ്വാപ്പിംഗ് പെർഫോം ചെയ്യാൻ പറ്റില്ല. അതെവിടേക്കാണ് ആ 4 കേസസ് എന്ന് നോക്കാം. ആദ്യത്തെ കേസ് നോക്കി, ഇവിടെ റീഡ് Q ആൻഡ് റീഡ് Q രണ്ടും ഒരേ ഡേറ്റ ഐറ്റത്തിനെ റീഡ് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ, ദിസ് ഇസ് എ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ. പക്ഷേ ഇവിടെ രണ്ടിടത്തും റീഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്കിതിനൊരു പ്രശ്നം വരുന്നില്ല. വേണമെങ്കിൽ ഈ റീഡിങ് കഴിഞ്ഞിട്ട് ഈ റീഡിങ് ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് ഓർഡർ ഓഫ് ദീസ് 2 ഇൻസ്ട്രക്ഷൻ ഡസൻ മാറ്റർ, കാരണം രണ്ടും ജസ്റ്റ് റീഡിംഗ് ആണ്. ഒരേ ഡേറ്റ ഐറ്റം ആണെങ്കിലും ജസ്റ്റ് റീഡിങ് ദ വാല്യൂ ഓഫ് ദാറ്റ് ഡേറ്റ ഐറ്റം Q. സോ ദാറ്റ് ഡസൻ മാറ്റർ ദി ഓർഡർ ഓഫ് ഇൻസ്ട്രക്ഷൻ. ദെൻ സെക്കൻഡ് കേസ് നോക്കാം. ഇവിടെ റീഡ് ആൻഡ് Q ആൻഡ് റൈറ്റ് ഓഫ് Q. ഇവിടെ
ഈ ഇൻസ്ട്രക്ഷൻ്റെ നമ്പർ ഒരു ഒരു പ്രോബ്ലമാണ്. കാരണം ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഈ റീഡ് ക്യൂ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് ഇവിടുത്തെ റൈറ്റ് ചെയ്ത വാല്യൂ ആണ് ഇവിടെ റീഡ് ചെയ്യേണ്ടതെങ്കിൽ ഇവർ രണ്ടിൻ്റെ ഓർഡർ മാറ്റേഴ്സ്. ഓക്കെ, അതേപോലെ ഇവിടെ നമ്മൾ റൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഓക്കെ ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ റീഡ് ദാറ്റ് ഇസ് എൻ്റെ പറയാം. ഇഫ് ഐ കംസ് ബിഫോർ ഐ ജെ ദാറ്റ് ഇസ് ഇതിലാണെങ്കിൽ ഇത് റൈറ്റ് ചെയ്ത വാല്യൂ ഇവിടെ റീഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഇത് തിരിച്ചാണ് വന്നതെങ്കിലും അവിടെയും പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്തായാലും രണ്ട് ഡേറ്റ ഐറ്റമാണ്, ഒരിടത്ത് റീഡും ഒരിടത്ത് റൈറ്റും ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ രണ്ട് ഇൻസ്ട്രക്ഷൻസിൻ്റെയും ഓർഡറിൽ മാറ്റേഴ്സാണ്. ഓക്കെ, ഇറ്റ് മാറ്റേഴ്സ്, ദ ഓർഡർ ഓഫ് ഐ ആൻഡ് ഐ ജെ മാറ്റേഴ്സ്. കാരണം ഇതിപ്പോൾ ഈ റൈറ്റ് ചെയ്ത വാല്യൂ ആയിരുന്നു ഇവിടെ റീഡ് ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇവിടെ റീഡ് ചെയ്താണ് ഇവിടെ റൈറ്റ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. ഇപ്പോൾ ഇവിടെ അത് തന്നെ കണ്ടോ, ആദ്യം റൈറ്റ് ചെയ്തിട്ട് റീഡ് ചെയ്താലും ശരി ഇവിടെ റൈറ്റ് ചെയ്ത വാല്യൂ ആയിരുന്നു ഇവിടെ റീഡ് ചെയ്യേണ്ടത്, അല്ല ഇവിടെ റൈറ്റ് ചെയ്യാൻ നേരം ഇവിടെ റീഡ് ചെയ്ത വാല്യൂ ആയിരുന്നോ വേണ്ടത്, അതെല്ലാം പ്രോബ്ലം. അവിടുത്തെ നമുക്ക് രണ്ട് റൈറ്റ് വാല്യൂ വന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ആക്ച്വലി ഈ രണ്ട് റൈറ്റ് വാല്യൂ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, റൈറ്റ് ചെയ്യുമ്പോൾ എന്താ ആക്ച്വലി നടക്കുന്നത്, നമുക്കിപ്പോൾ ഓൾറെഡി ഇതാണ്ട് ഇപ്പോൾ ഇവിടെ ഒരു റൈറ്റ് വാല്യൂവിൽ ഒരു 150 എന്നുള്ളൊരു വാല്യൂ എനിക്ക് റൈറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. വീണ്ടും ഈ റൈറ്റ് വാല്യൂവിൽ അതിൻ്റെ കൂടെ വീണ്ടും ഒരു 50 കൂടെ ആഡ് ചെയ്യുന്നൊരു വാല്യൂ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന വാല്യൂ മാറി 200 എന്നുള്ള വാല്യൂ ആയിരിക്കും ഇനി ഡേറ്റ ഐറ്റം ക്യൂവിന് കിട്ടേണ്ടത്. മനസ്സിലായോ? ഈ രണ്ട് റൈറ്റ് വാല്യൂ അവിടെ നടക്കും, പക്ഷേ രണ്ടാമത്തെ ഏതാണോ അവസാനം നടന്ന റൈറ്റ് വാല്യൂ അതിനകത്ത് എന്ത് വാല്യൂ ആണോ റൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതായിരിക്കും ഇപ്പോൾ ഫൈനലി നമുക്ക് സേവ് ആവുന്നത്. അപ്പോൾ ഇവിടെ പ്രോബ്ലം വരുന്നത് എപ്പോഴാണെന്നറിയോ, ഇനി ഒരു റീഡ് ഓപ്പറേഷൻ വരുന്നത് എവിടെയാണെന്ന് നോക്കണം. ഈ റൈറ്റ് വാല്യൂ ആയിരുന്നു ദാറ്റ് ഇസ് 150 എന്നുള്ള വാല്യൂ ആയിരുന്നോ വേണ്ടിയിരുന്നത്, അതോ 200 എന്നുള്ള വാല്യൂ ആയിരുന്നോ വേണ്ടിയിരുന്നത് എന്നുള്ളത് വെച്ചിട്ട് അവിടെ പ്രോബ്ലം ഉണ്ട്. അതെവിടെ പറഞ്ഞേ, ഇവിടെ ഓർഡർ ഓഫ് ഐ ആൻഡ് ഐ ജെ ഡസൻ എഫക്റ്റ് ടി ഐനോ ടി ജെനോ അത് എഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷേ എപ്പോഴാണ് പ്രോബ്ലം വരുന്നത്, ഇനി ഒരു റീഡ് ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് എഫക്റ്റഡ്. കാരണം എന്താ, ലാസ്റ്റ് റൈറ്റ് വാല്യൂവിൻ്റെ വാല്യൂവിൽ എന്തായിരുന്നു ക്യൂവിലുണ്ടായിരുന്നത് അതായിരിക്കും ഇവിടെ സേവ് ആവുന്നത്. അത് പ്രോബ്ലം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഒരു ഷെഡ്യൂൾ തന്നിട്ട് അത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണോ ഇല്ലയോ എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തന്ന ഷെഡ്യൂളിലെ ഇൻസ്ട്രക്ഷൻസിനെ നോക്കുക. ഇതിനകത്ത് ചില ഇൻസ്ട്രക്ഷൻ നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റും, ചിലത് സ്വാപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സ്വാപ്പ് ചെയ്ത് ഏതെങ്കിലും ഒരു സീരിയൽ ഷെഡ്യൂളിംഗ് ആക്കി മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇത് നമ്മൾ ആദ്യം ഫസ്റ്റ് എക്സാമ്പിൾ എടുത്തൊരു ഷെഡ്യൂളാണ്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ അതേ ഷെഡ്യൂൾ 3. ഓക്കെ ആണേ, ശരി. അപ്പോൾ നമുക്ക് നോക്കേണ്ട എന്തൊക്കെയാണെന്നറിയാമോ, ഈ റൈറ്റ് ഇവിടെ ഒരിടത്ത് റൈറ്റ് ഒരിടത്ത് റീഡ്, അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അതുകൊണ്ട് ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. അതുകൊണ്ട് 2 സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്ന റൈറ്റും 3rd സ്റ്റെപ്പിൽ വരുന്ന റീഡും, അതാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. അപ്പം റൈറ്റും റീഡും ഒരേ ഡേറ്റ് ആയിട്ടാകുമ്പോൾ എന്തായാലും ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ല, അവിടെ ഓർഡർ കൺസിഡർ ചെയ്യണമല്ലോ. ഇനി അടുത്ത് നോക്കി 4 and 5, അതാണ്ട് 4ഉം 5ഉം ഇവിടെ റൈറ്റ് എയും റീഡ് ബിയും രണ്ട് ഡേറ്റ ആയിട്ടാണ്. സോ അത് റൈറ്റ് എ വന്നാലും റീഡ് ബി വന്നാലും ഒരു പ്രോബ്ലം, അത് റീഡ് ബി വന്നിട്ട് റൈറ്റ് എ വന്നാലും ആദ്യം റൈറ്റ് എ വന്നിട്ട് റീഡ് ബി വന്നാലും കുഴപ്പമില്ല, നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ 6 and 7, ദാറ്റ് ഈസ് ഇവിടെ റൈറ്റ് ബി റീഡ് ബി ഒരേ ഡേറ്റ ഐറ്റം തന്നെയാണ്. സോ അവിടെ റൈറ്റിനായാലും റീഡ് ചെയ്യുമ്പോഴും അവിടെ നമുക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, സ്വാപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ ആകെ സ്വാപ്പ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ദാണ്ടേ ഇത് രണ്ടുമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക, സ്റ്റെപ്പുകളൊന്ന് സ്വാപ്പ് ചെയ്ത് ഇത് 4th സ്റ്റെപ്പ് ഇത് 5th ആയിരുന്നേ, ഇതിപ്പോൾ മാറി ഇത് 4th ഇത് 5th സ്റ്റെപ്പും ആകും. നോക്കൂ, റീഡ് എ റൈറ്റ് എ, ദെൻ അത് കഴിഞ്ഞിട്ട് റീഡ് എ ഇപ്പുറം, അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ഇവിടുത്തെ റീഡ് ബി, ദെൻ റൈറ്റ് എ, ദെൻ റൈറ്റ് ബി, റീഡ് ബി, റൈറ്റ് ബി. കണ്ടോ, വീണ്ടും നമുക്ക് നോക്കാം ഏതൊക്കെ കോൺഫ്ലിക്റ്റ് കേസ് ആവരെ. ഏതാണ്ട് ഇത് രണ്ടുമാണെങ്കിൽ വീണ്ടും ഒരേ ഡേറ്റ് ഐറ്റം പറ്റില്ല. വീണ്ടും ഇവിടെ പക്ഷേ ഇതാ രണ്ട് റീഡ് ഐറ്റംസ് നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റും. എഗെയിൻ ഇവിടെ രണ്ട് ഐറ്റംസ് വി ക്യാൻ സ്വാപ്പ്, ഇവിടെ രണ്ട് ഡേറ്റ് ഐറ്റംസ് വി ക്യാൻ സ്വാപ്പ്. അപ്പോൾ നമുക്ക് ആക്ച്വലി സീരിയൽ ഷെഡ്യൂളിങ്ങേ വരണ്ട, കുറച്ച് ഇൻസ്ട്രക്ഷൻ മുകളിലോട്ടും ബാക്കിയുള്ള ഇൻസ്ട്രക്ഷനെ താഴോട്ടാക്കുക ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ ആദ്യം ഈ 5 and 6 കൺസിഡർ ചെയ്യാം. 5 and 6 കൺസിഡർ ചെയ്ത് നോക്കാം. അപ്പോൾ റൈറ്റ് എയും റൈറ്റ് ബി അല്ലേ, രണ്ട് ഡേറ്റ് ആയിട്ടോ, നോ പ്രോബ്ലം. സോ നമുക്കൊന്ന് സ്വാപ്പ് ചെയ്യാം. സോ റീഡ് എ റൈറ്റ് എ രണ്ട് സ്വാപ്പിങ് നമുക്ക് ചെയ്യാം. 3 and 4ഉം നമുക്ക് സ്വാപ്പ് ചെയ്യാം. 3ഉം 4ഉം സ്വാപ്പ് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ വരും. എങ്ങനെയാണ്, 3rd സ്റ്റെപ്പ് ദാറ്റ് ഇസ് റീഡ് എ റൈറ്റ് എ, അടുത്തത് റീഡ് എ അല്ല പകരം റീഡ് ബി. സോ റീഡ് ബി കണ്ടോ, ദെൻ റീഡ് എ വന്നു, ദെൻ റൈറ്റ് എ, ദെൻ റൈറ്റ് ബി, റീഡ് ബി ആൻഡ് റൈറ്റ് ബി. ഓക്കെ ആണോ? അപ്പോൾ ഇനി വീണ്ടും നമ്മൾ ചെയ്യാൻ പോകുന്നത് റീഡ് എ റീഡ് ബി ഉണ്ട്, അതുപോലെ ഈ സ്വാപ്പിംഗ് കൂടെ നമുക്ക് നടത്താം. ഇവിടെ ആക്ച്വലി രണ്ട് സ്വാപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ രണ്ട് സ്വാപ്പിംഗ് നമ്മളിവിടെ നടക്കുവാണ്. ആദ്യം ചെയ്യുന്നത് 3ഉം 4ഉം കൂടെ നമ്മൾ സ്വാപ്പ് ചെയ്യുന്നത് കോൺഫ്ലിക്റ്റ് ചെയ്യുന്നില്ലാത്തതും ഉണ്ട് ഇവിടെ രണ്ടെണ്ണം. സോ അപ്പോൾ എന്താ ചെയ്യുക, റീഡ് എ റൈറ്റ് എ റീഡ് ബി കഴിഞ്ഞിട്ട് റീഡ് എ വന്നു, അതാണ് ഈ എഴുതിയേക്കുന്നത്. കണ്ടോ,
ഇനി പറഞ്ഞത് ഈ 5ഉം 6ഉം അതേപോലെ നോൺ കോൺഫ്ലിക്റ്റ് ആണ്, സ്വാപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് നമ്മൾ വീണ്ടും സ്വാപ്പ് ചെയ്യാൻ പോവാണ്. സോ അപ്പം റീഡ് എ റൈറ്റ് എ റീഡ് ബി, അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് റീഡ് എ, അതിനുശേഷം 5th സ്റ്റെപ്പായിട്ട് വരേണ്ടത് റൈറ്റ് ബി. കണ്ടോ, റൈറ്റ് ബി. ദെൻ 6th സ്റ്റെപ്പായിട്ട് റൈറ്റ് എ റീഡ് ബി, ബാക്കിയെല്ലാം ചെയ്യും. അപ്പോൾ നമുക്ക് താണ്ട് ഇവിടെ ഈ 2 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതും 2 ഡേറ്റ ഐറ്റം ആയതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവത്തില്ല, സ്വാപ്പ് ചെയ്യാം. സോ നമ്മൾ സ്വാപ്പ് ചെയ്യുമ്പോൾ ഫൈനലി ബി ഗെറ്റ് റീഡ് എ റൈറ്റ് എ റീഡ് ബി, ദെൻ റൈറ്റ് ബി, അതിനുശേഷം താഴോട്ട് റീഡ് എ റൈറ്റ് എ റീഡ് ബി ആൻഡ് റൈറ്റ് ബി. കണ്ടോ, അപ്പോൾ ഈ തന്ന ഇനിഷ്യൽ ഷെഡ്യൂളിനെ നമുക്കൊരു സീരിയൽ ഷെഡ്യൂളിംഗ് ആക്കി മാറ്റാൻ പറ്റി. കണ്ടോ, എന്താ ബൈ യൂസിങ് ഡിഫറെൻറ്റ് സ്വാപ്പിംഗ്, നമ്മൾ ചില റൂൾസ് യൂസ് ചെയ്തിട്ട് സ്വാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു സീരിയൽ ഷെഡ്യൂളിംഗ് ആക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ഈ ഷെഡ്യൂളിംഗ് നമുക്ക് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്ന് പറയാൻ പറ്റും. അതിന് ആദ്യം പറയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഷെഡ്യൂൾ ഏത് സീരിയൽ ഷെഡ്യൂളിങ്ങുമായിട്ടാണ് ആദ്യമേ അത് ഇക്വലൻ്റ് ആയെന്ന് നോക്കാം. ആക്ച്വലി ഈ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ ഷെഡ്യൂൾ 1 ആണ്. T1 ഫോളോഡ് ബൈ T2 എന്ന് പറയുന്നത് നമ്മളൊരു ഷെഡ്യൂൾ 1 എന്ന് പറഞ്ഞ് കൊടുത്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് പറയാം ഷെഡ്യൂൾ 3 is conflict equivalent to schedule 1. ആദ്യമേ ആ ടേമാണ് കേട്ടോ പറയുന്നത്, ഏത് ഷെഡ്യൂളുമായിട്ടാണ് ആദ്യം അത് കോൺഫ്ലിക്റ്റ് ഇക്വലൻ്റ് ആയതെന്ന് പറയുക. സോ ദാറ്റ് ഇസ് ഹിയർ ഷെഡ്യൂൾ 3 ഈസ് കോൺഫ്ലിക്റ്റ് ഇക്വലൻ്റ് ടു ഷെഡ്യൂൾ 1. ഏതെങ്കിലും ഒരു ഷെഡ്യൂള് ഏതെങ്കിലും ഒരു സീരിയൽ ഷെഡ്യൂളിംഗ് ആയിട്ട് കോൺഫ്ലിക്റ്റ് ഇക്വലൻ്റ് ആവുമെങ്കിൽ ഈ ഷെഡ്യൂളിനെ നമുക്ക് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്ന് പറയാം. വിച്ച് മീൻസ് ഷെഡ്യൂൾ 3 ഈസ് കോൺഫ്ലിക്റ്റ് ഇക്വലൻ്റ് ടു ഷെഡ്യൂൾ 1. സോ ഷെഡ്യൂൾ 3 ഈസ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. അതാണ് ഇപ്പുറം പറയുന്നത്. Schedule 3 is conflict equivalent to Schedule 1, thus Schedule 3 is conflict serializable. സോ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി പറ്റി പറഞ്ഞത്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ നമ്മൾ ജസ്റ്റ് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് പറഞ്ഞു. ഇനി ഡെഫിനേഷൻ നോക്കിയാൽ മനസ്സിലാവും. ഒരു ഷെഡ്യൂളിംഗ് എസ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ഷെഡ്യൂൾ എസ് ഡാഷ് by a series of swaps of non-conflicting instruction. We can say that S and S dash are conflict equivalent. Conflict equivalent can leads to conflict serializability. അതായത് a schedule S is conflict serializable if it is conflict equivalent to a serial schedule. Then ഇത് സ്വാപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന 2 കേസാണ്. ഡിഫറെൻറ്റ് ഡേറ്റ ഐറ്റത്തിൽ എങ്ങനെ സ്വാപ്പ് ചെയ്യാം, സെയിം ഡേറ്റ ഐറ്റം വരുമ്പോൾ എങ്ങനെയാണ് സ്വാപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടാവുമെന്നും അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ കാണിച്ചത്. ഓക്കെ, ദിസ് ഈസ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ.